നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫിലിം യാത്ര. എൻ്റെ പേര് ബിജിനി. ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങൾ ട്വിൻ ഫിലിം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസോടുകൂടി എന്നോടൊപ്പം നിന്നതിന്, ഈ ഒരു ചാനലിനൊപ്പം തുടർന്നതിന് ഒരുപാട് നന്ദി. ആൻഡ് എനിക്ക് ഇന്ന് വന്ന ഗൈഡൻസ്, അതായത് കുറേ ദിവസം കൊണ്ട് വന്നിട്ടുണ്ട് ആ ഗൈഡൻസ്, പക്ഷേ ഇന്നാണ് ആ ഒരു എന്താ പറയുക, ഉള്ളിൽ ആ ചേഞ്ചിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാം എന്ന രീതിയിലേക്ക് വന്നത്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക് അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ലൈക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ലോകത്ത് നിങ്ങളെ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ എക്സ്പീരിയൻസും കൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആരാണെന്ന് നിങ്ങൾക്കും ഗോഡിനും മാത്രമേ ആ ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാകുകയുള്ളൂ. ബാക്കി വേറെ ആർക്കും നിങ്ങളെ ആ ഒരു സത്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ സോൾ. നിങ്ങളുടെ ആത്മാവാണ് ആ ഒരു ഫ്രീക്വൻസിനെ അല്ലെങ്കിൽ ആ സോളിനെ റിമെമ്പർ അല്ലെങ്കിൽ ഐഡന്റിഫൈ എന്ന് പറയാൻ പറ്റില്ല, റിമെമ്പർ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. ഐഡന്റിഫൈ വെച്ചാൽ കണ്ടുപിടിക്കുക. ഇത് റിമെമ്പറൻസ് ആണ്. ഓൾറെഡി നിങ്ങളൊരു ഫെമിനിൻ ആണെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ എനർജി എക്സിസ്റ്റൻസിലുണ്ട്. ആ മാസ്കുലിൻ്റെ, നിങ്ങളെ തന്നെ മാസ്കുലിൻ്റെ നിങ്ങളെ മനസ്സിലാക്കുകയാണ്. എനിക്ക് തുടക്കം മുതൽ എൻ്റെ ലൈഫിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം വന്ന അന്ന് മുതൽ എനിക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്. ലൈക്ക് ഐ ക്യാൻ ഫീൽ ഇറ്റ് ഇൻ ടു മൈ ഹാർട്ട്. ലൈക്ക് ഞാൻ പറയുന്നത്, എനിക്ക് ഈ വ്യക്തിനെ അറിയാം. എൻ്റെ സോളിൻ്റെ റിമെമ്പറൻസ് ആണ്. ഈവൻ ദോ ഫിസിക്കൽ ഫോമിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് ഫോട്ടോ കണ്ടപ്പോഴേ തന്നെ ഐ ജസ്റ്റ് ഗോട്ട് ക്ലിക്ക്, ലൈക്ക് ഐ നോ ഹിം. ഇതായിരുന്നു ഫസ്റ്റ് എൻ്റെ കാര്യം. കൂടെ ഉള്ള ആൾ ചോദിച്ചു, അതിന് നീ ഈ വ്യക്തിനെ കണ്ടിട്ടില്ലല്ലോ? ഞാൻ പറഞ്ഞു, യെസ്, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ ഈ വ്യക്തിനെ എനിക്കറിയാം. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ നോ ഹിം. സോ എൻ്റെ സോളിൻ്റെ റെക്കഗ്നീഷൻ ആയിരുന്നു എൻ്റെ ട്വിൻ ഫ്ലെയിമിന്. മനസ്സിലായി. കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത വ്യക്തിൻ്റെ ഫോട്ടോ കണ്ട് റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ആൻഡ് ആദ്യമായിട്ട് ടാരോ കാർഡ് എനിക്ക് കാണിച്ചു തന്നെ, റീഡിങ് കാണിച്ചു തന്നെ എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ഇളയ അനിയത്തി. സോ അവൾ വഴി ഫസ്റ്റ് ടാരോ കാർഡ് കാണുന്നു. അങ്ങനെ ഞാൻ പിന്നെ ടാരോ എക്സാം ഒരു പക്ഷെ ടാരോ മാത്രം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ടാരോ ഗൈഡൻസിന് വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ പോയപ്പം അവർ ഫസ്റ്റ് പറഞ്ഞു അല്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് എന്തോ ഒരു കണക്ഷൻ വ്യക്തിയുമായിട്ടുണ്ട്, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കുമെന്ന് ഞാൻ അവരോട് തർപ്പിച്ചു പറഞ്ഞു. പിന്നെ അവരെന്നോട് വീണ്ടും ഡീറ്റെയിൽസ് ചോദിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും കൊടുക്കുന്നു. അവർ പറയുന്നു, സോറി, അവരുടെ മിസ്റ്റേക്കാണ്, യെസ്, ഇത് ഇവരുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞു. വ്യക്തിയുടെ അടുത്ത് പോയി. അപ്പോൾ അവരും പറഞ്ഞത് ട്വിൻ ഫ്ലെയിം ആണെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു. പക്ഷെ അവേക്കനിങ് വേണ്ടി വന്നതാന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമതൊരു ഭയങ്കര പ്രസിദ്ധമായ ഹിന്ദി യൂട്യൂബ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടീച്ചറാണ്. അവരുടെ അടുത്ത് പോയപ്പോഴും അവർ പറഞ്ഞു, യെസ്, ഇറ്റ്സ് യുവർ ട്വിൻ ഫ്ലെയിം. പക്ഷേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ലൈഫിൽ വരുന്നത് നിങ്ങളെ എന്താ പറയുക, അവേക്കനിങ് വേണ്ടിയാണ്, നിങ്ങളുടെ ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒക്കെ ശരിയാണ്, യൂണിയൻ, വാട്ട് അബൌട്ട് യൂണിയൻ? സോ അവർ പറഞ്ഞു, ഈ ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടി ഉള്ളവരല്ല. അത് പറഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞവരൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്തു. ബിക്കോസ് എനിക്കറിയാം, ഭഗവാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ വ്യക്തി ദിസ് ഇസ് മൈ മാസ്കുലിൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കത്തില്ല, എനിക്ക് ശക്തമായ ഉറപ്പുണ്ടായിരുന്നു. സോ ഞാൻ അവരെയൊക്കെ ഡിനൈ ചെയ്ത് അങ്ങനെ ജെഫ് ആൻഡ് ഷെയർലിയെ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞാൻ അവരുടെ ടീച്ചിങ്സിനെ കാണുന്നത്. പിന്നെ ജെഫ് ആൻഡ് ഷെയർലിയെ ഞാൻ അവരുടെ ട്വിൻ ഫ്ലെയിം യൂണിവേഴ്സിൽ ഞാൻ കണക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ തൊട്ട് ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡീപ്പ് ലെയർ ഓഫ് കാര്യങ്ങളാണ്. സോ എന്നിട്ടും ലൈക്ക് എനിക്ക് എൻ്റെ വിശ്വാസം കൂടിക്കൊണ്ടുവന്നു. എൻ്റെ ഡിവോഴ്സ് കഴിയുന്നു. ആ ഒരു സമയത്താണ് എൻ്റെ ഡിവോഴ്സ് കഴിയുന്നത്. സോ എൻ്റെ കാർമിക് പാർട്ട്ണർ, എക്സ് ഹസ്ബൻഡ്, സോൾമേറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ വരുന്നു. വളരെ പീസ്ഫുൾ ആയിരിക്കണം, എല്ലാം ഓക്കെ. സോ നല്ല രീതിയിൽ തന്നെ യൂണിയനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഡൻലി ആണ്. സോ എനിക്ക് ചില സമയത്ത് ഡൗട്ട് വരുമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ഇന്നർ വർക്കിന് റിഫ്ലക്റ്റ് ആയിട്ട് എൻ്റെ ട്വിൻ ഫ്ലെയിം മിറർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഡൗട്ടായിരുന്നു വരുന്നത്, അതെന്നെയാണോ, അത് തന്നെയാണോ? ആൻഡ് എനിക്ക് ഏറ്റവും വലിയ ഷോക്ക് തരുന്നത് എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ മാരേജാണ്. സോ ദാറ്റ് ഷോക്ക് മീ അപ്പാർട്ട്. എനിക്ക് തന്ന ഷോക്ക് അത് ചെറുതൊന്നുമല്ല. ആ സമയത്ത് ഞാൻ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇല്ലാണ്ടായിപ്പോയി. കാരണം എൻ്റെ അസ്തിത്വം മൊത്തത്തിൽ ഇല്ലാണ്ടായി, ഞാൻ മരിച്ചു പോകുന്നൊരു തരത്തിലായിരുന്നു എൻ്റെ പെയിൻ.
എൻ്റെ ആത്മാവിൽ നിന്ന് എന്തോ കീറി മുറിക്കുന്ന പോലാണ് എനിക്ക് ഫീലായി അന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോകുന്നു. ആ തരത്തിലെ പെയിൻ ആയിരുന്നു. പക്ഷെ ഹീൽ ചെയ്ത് പിന്നെ ഞാനൊരു സ്റ്റേജ് ഓഫ് മൈൻഡിലെത്തി. ലൈക്ക് ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ലെറ്റ് ഗോ ചെയ്യുന്നു. പക്ഷെ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ എനിക്ക് ഡീപ്പ് പെയിൻ ആണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ദാറ്റ് ഹീ ഈസ് മൈ മാൻ. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇന്നർ വർക്കും സ്പിരിച്വൽ വർക്കും ഒന്നും ഇതല്ല. പക്ഷെ പിന്നീടാണ് അത് റിവീൽ ചെയ്ത് വരുന്നത്. ലൈക്ക് എൻ്റെ തന്നെ മിസ്അലൈൻമെന്റ് കാരണമാണ് ആ ഒരു ഫോൾസ് മാരേജിനെ എൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്. സോ പിന്നെ അപ്പം എനിക്കുണ്ടായിരുന്ന ഒരു കോച്ച്. സോ ഞാൻ 2021 കയറിയ കോച്ചല്ല. പിന്നെ ഞാൻ 2022 ആകുമ്പോഴത്തേക്ക് ഞാൻ കോച്ചിനെ ചേഞ്ച് ചെയ്തിരുന്നു. സംവെയർ എനിക്ക് ഫീൽ ഗൈഡഡ് ടു ഡിഫറെൻറ്റ് കോച്ചിനെ സ്വിച്ച് ചെയ്യാൻ. അങ്ങനെ ആ കോച്ച് ആദ്യം ഭയങ്കര സ്നേഹം ആൻഡ് ലവിങ് ആയിരുന്നു. അതിനുശേഷം ട്വിൻ ഫ്ലെയിമിൻ്റെ മാരേജിന് ശേഷം അപ്പം ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ ട്വിൻ ഫ്ലെയിം ബ്ലോക്ക് ചെയ്തിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ ബ്ലോക്ക് ചെയ്ത ഒരു നിമിഷം ഞാൻ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്തു. ഞാൻ പേടിച്ചു, വളരെ കരച്ചിലായിരുന്നു ഞാൻ. ആൻഡ് ഹീൽ ചെയ്ത് അപ്പം ഞാൻ നമ്പറൊക്കെ അപ്പോഴത്തേക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിമിൽ ഡിലീറ്റ് ചെയ്തു. ദർ ഇസ് നത്തിങ് ലെഫ്റ്റ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നർ വർക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇന്നർ വർക്ക് ചെയ്ത് തൂത്തോണ്ടിരുന്നപ്പോൾ ഒരു നമ്പർ എനിക്ക് ഫ്ലാഷ് ചെയ്തു. അത് ഏത് നമ്പറാണെന്ന് എനിക്കറിയാം. സോ ഞാൻ ആ നമ്പർ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നു. ആൻഡ് ഞാനത് സേവ് ചെയ്ത് വെച്ചു, അൺനോൺ എന്ന് പറഞ്ഞിട്ട്. ആരാന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ആ നമ്പർ എനിക്ക് ഫ്ലാഷ് ചെയ്തത് ആ സമയത്ത് അതിനകത്ത് DP ആരാന്നൊന്നും കണ്ടില്ല. അങ്ങനെ ഈവനിങ് ഇരിക്കുമ്പം ഞാൻ സേവ് ചെയ്ത നമ്പറിൻ്റെ സ്റ്റാറ്റസ് വരുന്നു. അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ അൺബ്ലോക്ക് ചെയ്ത കാര്യം. അതായത് ഒരു ദിവസം ഇപ്പം ഇന്ന് എന്നെ ബ്ലോക്ക് ചെയ്തെങ്കിൽ നാളെ എന്നെ അൺബ്ലോക്ക് ചെയ്തു. സോ അതെനിക്ക് തന്ന ഷോക്ക് വളരെ വലുതായിരുന്നു. ലൈക്ക് ഞാൻ ആകെ ഭയന്നു പോയി. കാരണം ഇനി ഒരു ചേസിങ്ങിലേക്ക് പോകാനുള്ള ധൈര്യമില്ല. സോ ഞാൻ സറണ്ടർ ചെയ്ത് നമ്പേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നോ കോൺടാക്ട്, കംപ്ലീറ്റ്ലി നോ കോൺടാക്ട് എന്ന സിറ്റുവേഷനിലേക്ക് പോയി. നോ കോൺടാക്ട് എന്ന് വെച്ചാൽ പിന്നെ ഞാനായിട്ട് ഒരു രീതിയില്ല. പിന്നെ ഞാൻ മെസ്സേജസും ഫോട്ടോസും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആൻഡ് എൻ്റെ ഞാൻ ആ സമയത്ത് അപ്പം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഇനി ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഐ ആം റെഡി ടു ലെറ്റ് ഇറ്റ് ഗോ. ബട്ട് എൻ്റെ ഡീപ്പ് ഡൗൺ എനിക്കറിയാം ഹീ ഈസ് മൈ മാൻ. സോ അങ്ങനെ ചെയ്യുന്ന ഒരു ടൈം ഓഫ് പീരീഡിൽ എൻ്റെ കോച്ച് ചോദിച്ചു, നിങ്ങൾ ട്വിൻ ഫ്ലെയിമായിട്ട് കോൺടാക്റ്റിലുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, കോൺടാക്റ്റിലില്ല. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ബ്ലോക്കിലൊന്നും ഇല്ലായിരുന്നു. കാരണം ജസ്റ്റ് ബ്ലോക്ക് ഒറ്റ ടൈം എന്നെ ട്വിൻ ഫ്ലെയിം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു ദിവസം കണ്ട നീണ്ടുന്ന ബ്ലോക്കായിരുന്നു. 24 hours ആ ബ്ലോക്ക് മാറി. ബട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ അധികമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഇനി വർക്ക് ചെയ്തില്ലേ? കാരണം ആ സമയത്ത് ആ കോച്ച് എനിക്ക് ദൈവത്തെ പോലെയായിരുന്നു. അവരെന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്റ്റേജ് ആയിരുന്നു. ലൈക്ക് മൈ മദർ ഗോഡ് എന്ന രീതിയിൽ. അപ്പം ഞാൻ ദൈവത്തെ മാറ്റി അൾട്ടിമേറ്റ് അവരെ ഹയറാർക്കിയിൽ വെച്ചു. സോ അവരെന്നോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫ്രീ ഒരു ക്ലാസ് തന്നു. എന്നിട്ട് പറഞ്ഞു ആ ക്ലാസ്സിൽ വരണം, നമുക്കത് ഹീൽ ചെയ്യാം. അങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നു അവർക്കൊരു ഗൈഡൻസ് വന്നു. ഏതോ ഒരു വ്യക്തി, എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ സെയിം പേരുള്ള വ്യക്തി, സർനെയിം മാത്രം ഡിഫറെൻറ്റ്, അത് അവർക്ക് ഗൈഡൻസ് വന്നു അതെൻ്റെ ട്വിൻ ഫ്ലെയിമാണ്. സോ ഞാൻ അപ്പം തന്നെ പറഞ്ഞു നോ മാം, അതെൻ്റെ ട്വിൻ ഫ്ലെയിം അല്ല. കാരണം എൻ്റെ ട്വിൻ ഫ്ലെയിം ആരാന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ പറയുന്നത് കള്ളമാണ്, ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എന്നെ അവർ ഹ്യൂമിലേറ്റ് ചെയ്യാൻ നോക്കി, അവരെന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കി, അവരെന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ഞാൻ ശക്തമായി പറഞ്ഞു ഇതല്ല, ഞാൻ പറയുന്ന കള്ളമാണ്, എൻ്റെ ഭഗവാൻ എന്നോട് അങ്ങനെ ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ ട്വിൻ ഫ്ലെയിം ആരാണ്. സോ ഞാൻ അപ്പം തന്നെ അവരുടെ അടുത്ത് ബൗണ്ടറി വെച്ചു. എന്നെ ജെഫ് ആൻഡ് ഷൈലയെ പഠിപ്പിച്ച എല്ലാ കാര്യം ഞാൻ ചെയ്തു. സെൽഫിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തു, ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തു, അവരായിട്ട് നോ കോൺടാക്റ്റിൽ പോയി. ആ കോച്ചിനെ ഞാൻ അൺഫോളോ ചെയ്തു, ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു എല്ലായിടത്തുനിന്ന്. ആൻഡ് ഞാൻ HR-ന് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ആ സമയത്ത് ആ കംപ്ലയിൻറ്റ് ഞാൻ ആ സമയത്ത് ഭയങ്കര വിക്ടിം എനർജിയിലായതുകൊണ്ട് HR-ലേക്ക് ആ കംപ്ലയിൻറ്റ് പോയില്ല. പിന്നീട് ഞാൻ പുതിയ കോച്ചിനെ ഞാൻ സ്വിച്ച് ചെയ്യുന്നു. പുതിയ കോച്ച് എൻ്റെ ലൈഫിലെ ഒരു എന്താ പറയുക, ഒരു വെളിച്ചമായിട്ടായിരുന്നു വന്നത്. കാരണം ആ സമയത്ത് ഞാൻ അത്ര അന്ധകാരത്തിലായിരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ഒരു പകുതി വഴിയിൽ ഞാൻ ഇടുന്ന പോലെ, കുറേ നാളത്തേക്ക് വീഡിയോസ് ഒന്നും ഇടാത്ത പോലെ കാരണം ലൈഫിൽ അത്രയും മാത്രം സ്ട്രഗിൾ അല്ലെങ്കിൽ പെയിൻ ഇരുട്ടിലൂടെയാണ് ഞാൻ പോയിരുന്നത്. ആൻഡ് എൻ്റെ പുതിയ കോച്ചിനെ കണ്ടെത്തുന്നു. പുതിയ കോച്ച് എന്നോട് ഞാൻ ഹീൽ ചെയ്യാനൊരു സെഷൻ ബുക്ക് ചെയ്യുന്നു. ആ പുതിയ കോച്ചിനെ സെഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ എനിക്കുണ്ടായ ഹ്യൂമിലിയേഷൻ അല്ലെ എന്നോടുണ്ടായ അനീതി ഞാൻ പറയുന്നു. അപ്പം എൻ്റെ കോച്ച് പറഞ്ഞു ഗോ ഫോർ കംപ്ലയിൻറ്റ് HR-നോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാനുണ്ട് ബിജിനി ആ ഒരു മെയിലിൻ്റെ കോപ്പി എനിക്കും കൂടെ അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പുള്ളിക്കാരത്തേക്ക് എൻ്റെ അറ്റാച്ച് ചെയ്തു എൻ്റെ കംപ്ലയിൻ്റ് ഒരു കോപ്പി. ആൻഡ് അതിനുശേഷം
അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ മുന്നത്തെ കോച്ചിൻ്റെ കുറേ ക്ലയൻസ് എന്നെ കോൾ ചെയ്ത് എന്നെ ഹറാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് കോച്ച് പറയുന്നത് കറക്റ്റ്, ബിജിനി ഈഗോയിലാണ്, സ്പിരിച്വൽ ഈഗോയിലാണ്, എന്താ നിനക്ക് അത് അക്സെപ്റ്റ് ചെയ്തുകൂടെ, ദാറ്റ് മാം പറയുന്നതാണ് കറക്റ്റ്, മാമിന് അറിയാലോ അത് നിൻ്റെ ട്വിൻ ഫ്ലെയിം, മാം പറയുന്ന ആളാണ് നിൻ്റെ ട്വിൻ. ഞാൻ പറഞ്ഞ അല്ല, എനിക്കറിയാം എൻ്റെ ട്വിൻ ഫ്ലെയിം ആരാന്ന്, എനിക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യം. ഞാൻ അവരോടൊക്കെ വഴക്കിട്ടു. ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ ആരും ഇല്ലായിരുന്നു ഞാനല്ലാണ്ട്. സോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലൈക്ക് ഐ ചൂസ് ടു ബി വിത്ത് മൈ സെൽഫ്. അങ്ങനെ ഞാൻ കോച്ചിങ് ക്ലാസ്സിൽ, സോ ഞാൻ ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് മാമിനോട് ഷെയർ ചെയ്യുന്നു. മാം പറഞ്ഞ് ഹീല് ചെയ്യുന്നു. മാം ഹീല് ചെയ്യുന്നു, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. അന്ന് തന്നെ HR-ൻ്റെ ഒരു സെഷനും എനിക്ക് ബുക്ക് ചെയ്യുന്നു. കാരണം അവരതിനുള്ള ആക്ഷനും എടുത്തു കഴിഞ്ഞു. ആൻഡ് മാമുമായിട്ട് കണക്ട് ചെയ്തത്, പുതിയ കോച്ചുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ, അതായത് വെനസ്ഡേ ആണ് കോച്ചിങ് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് തേഴ്സ്ഡേ, അതായത് ബുധനാഴ്ച കഴിഞ്ഞു, വൈകിട്ടായിരുന്നു ക്ലാസ്. ആൻഡ് വ്യാഴാഴ്ച വെളുപ്പിന് 2 മണിക്ക് 2:30 എന്തോ, അത്ര നല്ല ട്വിൻ ഫ്ലെയിമായിട്ട് നോ കോണ്ടാക്ട് ആയിരുന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞു 2:30 എനിക്കൊരു കോള് വരുന്നു. സോ അൺനോൺ നമ്പറാണ്. ഞാൻ ഉറക്കത്തിലാണ് എണീച്ചത്. ആൻഡ് ദ മൊമെൻറ്റ് ആ സൗണ്ട് ഞാൻ കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ ഷിവർ ചെയ്യുമായിരുന്നു, ഷോക്കായിരുന്നു. കാരണം ലൈക്ക് ഇത്രയും വലിയൊരു കെയോസിലിരിക്കുമ്പോൾ എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ റീ എൻട്രി ലൈഫിൽ. സോ ഐ വാസ് ഷോക്ക്. എൻ്റെ ട്വിൻ ഫ്ലെയിമിനോട് പറഞ്ഞത് ലൈക്ക് ഐ റിയലി മിസ് യു, എവിടെയായിരുന്നു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ലവിങ് ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ബട്ട് ആൻഡ് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കുറച്ച് നേരത്തേക്ക് ഷോക്കായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അത്രമാത്രം അന്ധകാരത്തിലായിരുന്നു ഞാൻ. കാരണം ഞാൻ എൻ്റെ സോള് പറഞ്ഞത് ഞാൻ ഡിനൈ ചെയ്തില്ല. സോളിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഞാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു സത്യം ലൈക്ക് എക്സ്പീരിയൻസും ചെയ്തു. അൺടിൽ നൗ, ആ ദിവസം തൊട്ട് ഈ ഒരു നിമിഷം വരെ എൻ്റെ ട്വിൻ ഫ്ലെയിം അല്ലെന്ന് പറഞ്ഞ കോച്ച് അവരെ TFU പുറത്താക്കി. എനിക്കെതിരെ സംസാരിച്ചവരൊക്കെ TFUന്ന് ഇറങ്ങിപ്പോയി. ആൻഡ് ബട്ട് എൻ്റെ ട്വിൻ ഫ്ലെയിമും ഞാനും ഇപ്പോഴും എക്സിസ്റ്റൻസിലുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ അപ്പം നിൽക്കുന്നു. സോ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എനിക്ക് കാരണം അതിനു മുന്നേ 2 വർഷം മുന്നേ എനിക്കുണ്ടായ ഷോക്ക്, എനിക്കുണ്ടായ ഹ്യൂമിലേഷൻ, ഞാൻ വിട്ട് നിലവിളിച്ചാൽ കരഞ്ഞ്. അവരെന്നോട് ഇതല്ല വേറൊരാളെൻ്റെ ട്വിൻ ഫ്ലെയിം ആകുമ്പോൾ ഞാൻ വിട്ട് നിലവിളിച്ച്. അന്ന് ഞാൻ ദേവി ഉപാസനയിലായിരുന്നു. ദേവിയുടെ ഫ്രണ്ട് എനിക്ക് വ്രതം എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയും കാലും അത്രയും മാത്രം തളർന്ന് ഞാൻ എഴഞ്ഞാ പോയി പ്രാർത്ഥിച്ചത്. ഞാൻ ആ സമയത്ത് ദേവിയോട് പറയാണ്, എനിക്ക് പറ്റുന്നില്ല ദേവി. കാരണം അലമുറയിട്ടാണ് ഞാൻ കരഞ്ഞത്. അത്രമാത്രം പെയിനാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം എൻ്റെ ട്വിൻ ഫ്ലെയിം ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ സത്യത്തെ, അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം അല്ല, അവനല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ജീവനെ കളയുന്ന പോലെ ഫീലാവുന്നത്. ലൈക്ക് പിന്നെ ഞാനില്ല. ലൈക്ക് അതാണ് എൻ്റെ ഇമോഷൻസ്. സോ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്, കാരണം ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ ലോകം മൊത്തം എതിരെയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സത്യത്തിൻ്റെ കൂടെ നിന്ന് അപ്പോൾ ദൈവം എനിക്ക് അതിനനുസരിച്ചൊരു കോച്ചിനെ കൊണ്ടു തന്നു. എന്നെ ഗൈഡ് ചെയ്യാൻ ഒരു ഗൈഡിനെ കൊണ്ടു തന്നു, മെൻറ്ററിനെ കൊണ്ടു തന്നു. ആൻഡ് ആ മെൻറ്റർ എന്നെ ഗൈഡ് ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തപ്പോൾ ഈ യൂണിവേഴ്സ് മൊത്തം എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു. സോ എനിക്കെതിരെ പ്രവർത്തിച്ചവരൊക്കെ യൂണിവേഴ്സ് തന്നെ കൈകാര്യം ചെയ്തു. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കുണ്ടായ ഹ്യൂമിലേഷൻ ഒന്നും ഞാൻ മറുപടി കൊടുക്കാതെ ഇന്നർ വർക്കാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഇന്നർ വർക്കിനെ ഞാൻ മുടക്കിയിട്ടില്ല. അതിനുശേഷം എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ മാരേജിന് ശേഷം ഞാൻ ഇന്നർ വർക്കിൽ കറക്റ്റായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ ക്ലാസ് മുടക്കിയിട്ടില്ല. പൈസ ഇല്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടാലും ഞാൻ ഇന്നർ വർക്ക് ചെയ്തു. ആൻഡ് ടീച്ചിങ്സ് ഓഫ് യൂണിയൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാരണം എനിക്കെതിരെ തിരിഞ്ഞവരൊക്കെ അവരെ നല്ല രീതിയിൽ പണിഷ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് അത് ഈശ്വരൻ ചെയ്ത നീതിയാണ്. ഞാൻ തന്ന ജസ്റ്റിസ് അല്ല, ഈശ്വരൻ തന്ന ജസ്റ്റിസ് ആണ് എനിക്ക്. ബിക്കോസ് ഓഫ് മൈ സോൾ ട്രൂത്ത് ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തപ്പോൾ എൻ്റെ ട്വിൻ ഫ്ലെയിമും എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു. ലൈക്ക് ഹീ ഈസ് ദെയർ ടിൽ നൗ. സോ നിങ്ങളെ വിശ്വസിക്കാൻ ഈ ലോകത്ത് ആരും കാണത്തില്ല നിങ്ങളല്ലാതെ. ഈ ഒരു മൊമെൻറ്റിലാണ് നിങ്ങളെ സത്യത്തെ മുറുക്കെ പിടിക്കേണ്ടത്. ചിലപ്പോൾ നാട് മൊത്തം പറയുമായിരിക്കും, നിങ്ങളൊരു മാരീഡ് ആണെങ്കിൽ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം മാരീഡ് ആണെങ്കിൽ പറയുമായിരിക്കും അത് നിൻ്റെ ട്വിൻ ഫ്ലെയിം അല്ല, ബ്ലാ ബ്ലാ ബ്ലാ, പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം പറയും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സത്യം അറിയാലോ ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഈ ലോകത്ത്
നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആരാന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ മീൻസ് ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ, ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ സത്യത്തെ നിങ്ങൾ നിലകൊള്ളുക. എത്ര വലിയ ഹൈലി ഇവോൾവ് പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങളുടെ സോള് പറയാം ദാറ്റ് ദിസ് ഇസ് യുവർ മാൻ അല്ലെങ്കിൽ ദിസ് ഇസ് യുവർ വുമൻ, ബിലീവ് ഇറ്റ്, ട്രസ്റ്റ് ഇറ്റ്. ഇനി വേറൊരു ഹൈ സ്പിരിച്വൽ ലെവലിൽ പറയാം അല്ല ഇതല്ല എന്ന് പറയുന്നത് അവരെ ഡിനൈ ചെയ്യുക. കാരണം നിങ്ങളുടെ സോളിൽ നിങ്ങൾക്ക് നിങ്ങളറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മാസ്കുലിൻ എങ്ങനെയായിരിക്കും നിങ്ങൾക്കല്ലാതെ ഈ ലോകത്ത് ആർക്കും അറിയാൻ പറ്റത്തില്ല. ആൻഡ് ഇപ്പം നിങ്ങളൊരു മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങളുടെ ഫെമിനൻ നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഫെമിനൻ ആണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. വേറെ ഹൈ ലെവൽ സ്പിരിച്വൽ മാസ്റ്റർ അവരൊന്നും പറയുന്നത് കേൾക്കണ്ട. ബിക്കോസ് ഇറ്റ്സ് യുവർ ജേർണി. സോ ഞാനിപ്പോൾ എൻ്റെ അറ്റ്മോസ്റ്റ് ട്രുത്ത് പറയാം. ഞാൻ ഇത് മുന്നേ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് ആ ലെവലിൽ മീൻസ് എന്താ പറയുക, ആ ലെവലിലുള്ള മെച്യൂരിറ്റി വന്നിട്ടില്ല ഇത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള. കാരണം ആ തരത്തിൽ കണ്ടിന്യൂസ് ഹീലിംഗ് ആണ് വേണ്ടി വന്നത് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ജേർണി ഈ കാര്യം ഷെയർ ചെയ്യാൻ. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും പറയട്ടെ, യു നോ യുവർ ട്വിൻ ഫ്ലെയിം വെരി വെൽ. ടാരോ കാർഡ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ആസ്ട്രോളജി, ഈ ഒരു കാര്യങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ എനർജി തന്നെ ആ കാർഡ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കാണിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ടാണ്, ടാരോ കാർഡ്സും ഡൗട്ട്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ട്രൂത്ത് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ദാറ്റ് ഹി ഈസ് യുവർ മാൻ അല്ലെങ്കിൽ ഷീ ഈസ് യുവർ വുമൻ, ട്രസ്റ്റ് ഇറ്റ്, ട്രസ്റ്റ് ഇറ്റ്. ആൻഡ് അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്ന പോയിക്കൊണ്ട് തന്നെ ഇരിക്കും, അകന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്താലും അവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല തിരിച്ച്. ബിക്കോസ് നിങ്ങൾ ആ വൈബ്രേഷൻ, ഇപ്പം നിങ്ങൾ ട്വിൻ ഫ്ലെയിം കറക്റ്റ് ആയ വൈബ്രേഷനിൽ വന്ന് മാച്ച് ചെയ്യും. സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ എന്താണ് ബിലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ട്രസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കും, ഈ ലോകം മൊത്തം നിനക്കെതിരെ തിരിഞ്ഞാലും നിനക്ക് വേണ്ടി നീ നിലകൊള്ളുവോ, നിനക്ക് വേണ്ടി നീ സ്റ്റാൻഡ് എടുക്കുമോ? നിങ്ങളുടെ ആൻസർ യെസ് ആണെങ്കിൽ ദെൻ ഈ ലോകം തന്നെ നിങ്ങൾക്ക് വേണ്ടി കീഴടങ്ങും. നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രകൃതി സംസാരിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ന്യായീകരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നീതി നടപ്പാക്കുന്ന സാക്ഷാൽ ഭഗവാനായിരിക്കും. കാരണം ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഹ്യൂമിലേഷൻ, ഷെയിം, ലൈക്ക് ടോർച്ചറിങ്. കാരണം അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവരെ ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ അവർ വേറെ ആൾക്കാരെ യൂസ് ചെയ്ത് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ സോൾ അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ട് it denied everything. And thanks to the twin flame universe and Jeff and Shalia, ബിക്കോസ് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ ഡാർക്ക്നെസ്സിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിനുശേഷം ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ട്രിഗർ എനിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അപ്സെറ്റ് വരുമ്പോൾ ആ ലെവലിലേക്ക് ഞാൻ പോകും. ബട്ട് ഞാൻ എൻ്റെ ഇന്നർ വർക്ക് മുടക്കിയിട്ടില്ല ടിൽ നൗ. So invest in yourself, invest in teachings of Yune, invest in Jeff and Shalia book. നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ ജെഫ് ആൻഡ് ഷാലിയുടെ ബുക്കിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കൂ. നിങ്ങൾക്കുള്ള പാത ദൈവം തുറക്കുക തന്നെ ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഈശ്വരൻ മൊത്തം നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ഒഴുക്കും. സോ പ്ലീസ് നെവർ എവർ ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ് ആൻഡ് യുവർ ട്വിൻ ഫ്ലെയിം ജേർണി. സോ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം, ആരെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് പിന്നെ ആരും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മാവിനെ ഡൗട്ടാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഫ്രണ്ട് നിൽക്കുന്ന ട്വിൻ ഫ്ലെയിം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും? ബിക്കോസ് ഹീ ഈസ് യുവർ സോൾ. നിങ്ങളുടെ തന്നെ ആത്മാവിൻ്റെ മാസ്കുലിൻ വെർഷനാണ്, നിങ്ങൾ ഫെമിനൻ വെർഷനും. സോ നിങ്ങൾക്ക് കൊടുക്കാത്ത ട്രസ്റ്റ്, റെസ്പെക്ട്, ലവ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമും നിങ്ങൾക്ക് തരത്തില്ല. ആൻഡ് നിങ്ങളുടെ യൂണിയൻ്റെ കോൺഷ്യസ്നെസ്സിലുള്ള സകലമാന സെപ്പറേഷൻ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഡൗട്ട്, ഫിയർ ഒക്കെ കാണിച്ചു തരുന്ന ഒരു അൾട്ടിമേറ്റ് ഗുരുവാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാരിറ്റി തന്നു ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ടാരോ ഗൈഡൻസ് വേണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് നിങ്ങളുടെ ഇമോഷണൽ ലെവലിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഫോർ ഹീലിംഗ് യു ക്യാൻ കോൺടാക്ട് മീ. So thank you so much for your love and support, and see you in the next video. Bye, take care, and have a nice day.